നമസ്കാരം. കഴിഞ്ഞ ചില ദിവസങ്ങളിലായി മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മറ്റൊന്നുമല്ല, മാതൃഭൂമി BJPയുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് BJPയുടെ പ്രചരണ നോട്ടീസായി മാറിയിരിക്കുന്നു എന്ന തരത്തിൽ ആരോ സോഷ്യൽ മീഡിയയിൽ മാതൃഭൂമി പത്രത്തിനെതിരെ വാർത്ത നൽകിയെന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നൽകിയ കേസുമായി ബന്ധപ്പെട്ട വാർത്തയാണ് 2-3 ദിവസങ്ങളിലായി ശ്രദ്ധയിൽപ്പെട്ടത്. ഇപ്പോൾ ഇതിവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ തങ്ങൾ വലിയ മതേതരവാദികളും ജനാധിപത്യവാദികളും അല്ലെങ്കിൽ രാജ്യത്തെ സമത്വവാദികളുമാണെന്നൊക്കെ വിശ്വസിക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ അത് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും ചെയ്യാൻ മുൻപിൽ നിൽക്കുന്ന മാതൃഭൂമി പത്രം, അതേപോലെ ഏഷ്യാനെറ്റ് അടക്കമുള്ള ചില പത്രദൃശ്യ മാധ്യമങ്ങൾ അവരുടെ യഥാർത്ഥ സ്വഭാവം, അവർ പുറമേ തങ്ങൾ മതേതരത്വവാദികളാണെന്ന് പ്രഖ്യാപിക്കുകയും, അതുകൊണ്ടാണല്ലോ തങ്ങൾക്കെതിരെ BJPയുടെ നോട്ടീസാണെന്ന് പറഞ്ഞ് ആരോ രംഗത്ത് വന്നപ്പോൾ അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും അത് വാർത്തയാക്കുകയും ചെയ്തത് തങ്ങൾ ഒരിക്കലും അങ്ങനെയല്ല എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാനാണ്. അല്ലെങ്കിൽ തങ്ങൾക്കതിൽ താല്പര്യമില്ല എന്ന് ഒരു മാതൃഭൂമി പത്രം തങ്ങൾ ഒരിക്കലും വർഗീയതയ്ക്കോ BJPക്കോ കൂട്ടുനിൽക്കുന്നവരല്ല, തങ്ങളൊരു സ്വതന്ത്രരും മതേതരത്വവാദികളുമാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അത് മറ്റുള്ളവരോട് പറയുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമാണല്ലോ അത്തരം വാർത്തകളും കേസുകളുമെല്ലാം. എന്നാൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ UDFന് പിന്തുണ SDPI എന്ന രാഷ്ട്രീയ പാർട്ടി, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ, UDFന് നിരുപാധികം പിന്തുണ നൽകിയ പരസ്യമായി പിന്തുണ നൽകിയ വാർത്ത പുറത്തു വരികയും അതോടനുബന്ധിച്ച് പല ചർച്ചകളും കോലാഹലങ്ങളും നടക്കുന്നതിനിടയിലാണ് എനിക്ക് ഈ മാതൃഭൂമി പത്രം കഴിഞ്ഞ ആ ദിവസങ്ങളിൽ 2-3 ദിവസങ്ങളിലായി മാതൃഭൂമി പത്രത്തിലും ഏഷ്യാനെറ്റ് അടക്കം ചില ചാനലുകളിലും ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള ചില വാർത്തകൾ അല്ലെങ്കിൽ അവരുടെ ചില ലേഖനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. SDPI എന്ന രാഷ്ട്രീയ പാർട്ടി UDFന് പിന്തുണ നൽകിയപ്പോൾ സ്വാഭാവികം LDF BJP അടക്കമുള്ള പാർട്ടികൾ അവരെ വിമർശിക്കും, അല്ലെങ്കിൽ അവർക്കെതിരെ ഇല്ലാത്ത പ്രചരണങ്ങൾ തുറന്നുവിടുമെന്നുള്ളത് സ്വാഭാവികമാണ്. കാരണം ഓരോരുത്തരുടെയും നിലനിൽപ്പാണ് ലക്ഷ്യം. അതുകൊണ്ട് തന്നെ UDFന് നിരുപാധിക പിന്തുണ 20 മണ്ഡലങ്ങളിലും SDPI നൽകുമ്പോൾ LDF അതിനെ എതിർക്കുക എന്നത് സ്വാഭാവികമാണ്. BJP എതിർക്കുക എന്നത് അതിലും വലിയ സ്വാഭാവികതയാണ്. എന്നാൽ മാതൃഭൂമി അടക്കം തങ്ങൾ മതേതരവാദികളും നിഷ്പക്ഷമതികളുമാണെന്ന് പറയുന്ന കേരളീയ പൊതുസമൂഹത്തെ പറഞ്ഞ് ധരിപ്പിക്കുന്ന ഒരു പത്രത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വന്ന ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഏറ്റവും രസകരം. ഒരു വാർത്ത വിന്യസിക്കുന്നതും ആ വാർത്തയിൽ വരികൾക്കിടയിൽ വരുന്ന വൈകാരികതയും കൃത്യമായി നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയും. അത്തരത്തിൽ ഒരു വാർത്തയല്ല, ആദ്യത്തെ ആ പത്രസമ്മേളന വാർത്തയ്ക്ക് ശേഷം പിന്നീട് നിരന്തരം വന്ന പേര് വെച്ചും അല്ലാതെയും വന്ന വാർത്തകളിൽ എന്തുകൊണ്ടാണ് UDF മിണ്ടാത്തത്? കാരണം 2 ദിവസത്തേക്ക് UDFനും ഒന്നും മിണ്ടാൻ കഴിഞ്ഞില്ല. SDPI നൽകിയ പിന്തുണയിൽ പ്രത്യേകിച്ച് പ്രതികരിക്കാൻ പ്രതിപക്ഷ നേതാവിനോ കോൺഗ്രസിനോ കഴിയാത്ത ഘട്ടത്തിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള വൈകാരികമായ വാർത്തകളാണ് പുറത്തേക്ക് വന്നത്. UDF ഇത് നിഷേധിച്ചില്ല എങ്കിൽ UDFന് കനത്ത തിരിച്ചടിയായിരിക്കും ലഭിക്കുന്നത് എന്നും ഉള്ള തരത്തിലുള്ള ഭീഷണി സ്വരത്തിലുള്ള വാർത്തകളായിരുന്നു മാതൃഭൂമിയിൽ നിന്നും കാണാൻ കഴിഞ്ഞത്. രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും UDFന്റെ ഭാഗത്തു നിന്നും SDPIയുടെ ഈ പ്രഖ്യാപനത്തിനെതിരെയുള്ള പ്രതികരണം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് മാതൃഭൂമിയിൽ വന്ന വാർത്തകൾ വളരെ രസകരമായിരുന്നു. സത്യത്തിൽ SDPI എന്നുള്ള ഒരു പാർട്ടി കേവലം 10-12 വർഷമായിട്ടുള്ള രൂപീകൃതമായ അവർ ഒന്നുമല്ല എങ്കിൽ പിന്നെ എന്തിനാണ് അവരെ ഇത്രമാത്രം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഇവരുടെയൊക്കെ ഉള്ളിലെ ആ വർഗീയ അജണ്ടയും അതിനെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇവരുടെ ആ വാർത്താ ശൈലിയും നമുക്ക് ബോധ്യമാകുന്നത്. ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അതിൻ്റെ മുതലാളിയും തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ, ഏഷ്യാനെറ്റിൻ്റെ അന്നദാതാവായ BJP നേതാവായ രാജീവ് ചന്ദ്രശേഖർക്ക് വേണ്ടിയും അല്ലെങ്കിൽ അയാളുടെ പ്രസ്ഥാനത്തിന് വേണ്ടിയും പണിയെടുക്കേണ്ട തൊഴിലാളികൾ അല്ലെങ്കിൽ ആ ഒരു ബാധ്യത ഏറ്റെടുത്തവരാണ് ഏഷ്യാനെറ്റിൻ്റെ ജീവനക്കാർ. എന്നാൽ അത് ജനങ്ങൾക്കറിയാമെന്നിരിക്കെ അതിനോടെങ്കിലും നീതി പുലർത്തി അവതരിപ്പിക്കുന്നതിന് പകരം വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ മനോഹരമായ വായിലുള്ള മതേതരത്വ വാദങ്ങളാണ് ഏഷ്യാനെറ്റിൻ്റെ മുഖ്യ അവതാരകരായ വിനുവും സുരേഷ് കുമാറും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇത്തരത്തിൽ വലിയ മതേതരത്തിലുള്ള വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് ശർക്കര ഉരുട്ടിയിട്ട് ഇത് നൽകുന്നതാർക്കോ
BJPയുടെ അല്ലെങ്കിൽ അവരുടെ മുതലാളിക്ക് വേണ്ടിയാണെന്നുള്ളത് ജനങ്ങൾക്കെല്ലാം പകൽ വെളിച്ചം പോലെ അറിയാമെന്നിരിക്കുകയാണ്. തങ്ങൾ വലിയ മതേതരവാദികളാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വയം രംഗത്ത് വരികയും ഇത്തരം ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഘട്ടങ്ങളിൽ അവർ തങ്ങളുടെ മുഖം മൂടി അഴിച്ചുകൊണ്ട് പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും പിറ്റേ ദിവസം പിൻവാങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നാം ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. SDP-യുടെ പിന്തുണ സ്വീകരിക്കുന്നത് വെറുതെയാണെന്നും അവർക്ക് വലിയ വോട്ടൊന്നുമില്ല, അവർക്ക് വലിയ കാര്യമൊന്നുമില്ല എന്ന തരത്തിലാണ് 2019 തെരഞ്ഞെടുപ്പ് ഫലത്തെ അവലോകനം ചെയ്തുകൊണ്ട് പിന്നീട് മാതൃഭൂമി പത്രം അച്ചുനിരത്തിയതും അതേപോലെ ചാനലുകളിലെ ചർച്ചകളുണ്ടായി. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, LDF-നും അറിയാം, UDF-നും അറിയാം. ഇത് പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടിക്കൽ പൊളിറ്റീഷ്യന്മാർക്കെല്ലാം അറിയാം എത്രത്തോളം ഏതൊരു ചെറിയ പാർട്ടി ആവട്ടെ വലിയ പാർട്ടി ആവട്ടെ അവരെ സംബന്ധിച്ചിടത്തോളം ഡെയിലി പൊളിറ്റിക്കൽ പ്രാക്ടീസിങ് ചെയ്യുന്നവർക്ക് കൃത്യമായി ഓരോ പാർട്ടിയുടെയും വലിപ്പവും ഘനവും അവർക്ക് എത്രമാത്രം സ്വാധീനവും ഉണ്ടെന്നുള്ളത് മറ്റാർക്കും അറിഞ്ഞില്ലെങ്കിലും മറ്റാരെങ്കിലും അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും അവർക്ക് നന്നായി അറിയാമെന്നുള്ളതാണ്. കാരണം 2014 ഏകദേശം SDP രൂപീകൃതമായി 1-2 വർഷത്തിനുള്ളിൽ നടന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ പോലെ BJP ഒരു വലിയ ഭീഷണിയല്ലായിരുന്നു. അന്ന് UPA സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ ഏകദേശം 20,000 മുതൽ 50,000 വരെ വോട്ടുകളാണ് 20 മണ്ഡലങ്ങളിലും SDP നേടിയത്. എന്നാൽ 2019 ആയപ്പോഴേക്കും നരേന്ദ്രമോദിയുടെ 2ാം സർക്കാർ അധികാരത്തിൽ വരുമോ ഇല്ലയോ, വരും എന്നുള്ള ഏകദേശ സാഹചര്യത്തിലാണ് 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരെ തങ്ങൾ എല്ലായിടത്തും മത്സരിച്ചുകൊണ്ട് മതേതര വോട്ടുകൾ ഭിന്നിപ്പിക്കരുതെന്ന് എന്ന നിലപാടെടുക്കുകയും അങ്ങനെ SDP പേരിന് വേണ്ടി മാത്രം 9 ഇടങ്ങളിൽ മത്സരിക്കുകയും പ്രവർത്തകരുടെ മാത്രം വോട്ടുകൾ സമാഹരിക്കുകയും UDF-ന് അവരുടെ പിന്തുണ അഥവാ SDP അനുഭാവികളുടെയും SDP രാഷ്ട്രീയം എന്താണോ മുന്നോട്ട് വെക്കുന്നത് അവർ സ്വീകരിക്കുന്നവരുടെയും വോട്ടുകൾ മതേതര ചേരിയെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി അത് UDF-ന് നൽകുകയും 19 ഇടങ്ങളിലും UDF അതിഗംഭീരമായ വിജയം നേടുകയും ചെയ്ത കാര്യം ഇവിടെ ഭരിക്കുന്നവർക്കും LDF-നും UDF-നും നന്നായി അറിയാം. SDP അടക്കമുള്ള SDP അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടി, മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, ഇത്തരം പാർട്ടികളുടെ പിന്തുണ സ്വീകരിക്കുക വഴി കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് അല്ലെങ്കിൽ LDF-ന് നഷ്ടപ്പെടുന്നത് മതേതര വോട്ടുകളായിരിക്കും എന്ന് കുപ്രചരണം നടത്തുന്നവരുടെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയാവുന്നതാണ്. കാരണം ഒരിക്കലും തങ്ങളുടെ പാർട്ടി തങ്ങൾ കോൺഗ്രസ്സുകാരനാണെങ്കിൽ ആ കോൺഗ്രസ് പാർട്ടി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും കോൺഗ്രസിൽ നിന്നും തങ്ങളുടെ വോട്ടുകൾ BJPക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ LDF-ൽ നിന്നും BJPക്ക് പോവുകയോ ചെയ്യില്ല. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാരായവരുടെ 2 മക്കൾ പരസ്യമായി BJPയിലേക്ക് പോവുകയും പരസ്യമായി പ്രവർത്തിക്കുകയും സ്ഥാനാർത്ഥിയാവുകയും ചെയ്തിരിക്കുന്ന ഈ കേരളത്തിലാണ് ആടിനെ പട്ടിയാക്കുന്ന തരത്തിലുള്ള ഇത്തരം കുപ്രചരണങ്ങൾ നടത്തുന്നത് നാം ചിന്തിക്കണം. ഒരിക്കലും കോൺഗ്രസിന്റെ വളർച്ചയോ CPM-ന്റെ വളർച്ചയോ CPM-ന്റെയോ കോൺഗ്രസിന്റെയോ UDF-ന്റെയോ നിലനിൽപ്പ് ആഗ്രഹിക്കുന്നവരല്ല ഇത്തരത്തിൽ നിങ്ങൾക്ക് പിന്തുണ നൽകുന്നതോടെ മതേതര വോട്ടുകൾ നഷ്ടപ്പെടുമെന്ന് പറയുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിലെ ആഗ്രഹം BJPയുടെ വളർച്ചയാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കമുള്ള ചില വലിയ ബുദ്ധിജീവികളായി ചമഞ്ഞിരിക്കുന്നവർ, ഷാജൻസ്കറിയ, അതേപോലെ കാസ പോലുള്ള സംഘടനകൾ, ഇവരെല്ലാവരും തന്നെ ഭീഷണിപ്പെടുത്തുന്നത് UDF-നെയും LDF-നെയും ഭീഷണിപ്പെടുത്തുന്നത് മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് പിന്തുണ നിങ്ങൾ സ്വീകരിച്ചാൽ, SDP പോലുള്ള പ്രസ്ഥാനങ്ങളുടെ വോട്ടുകൾ നിങ്ങൾ സ്വീകരിച്ചാൽ പകരം മതേതര വോട്ടുകൾ നഷ്ടപ്പെടുമെന്നാണ്. ഒരിക്കലുമില്ല. കാരണം ഇത്തരത്തിൽ പറയുന്നവരുടെ വോട്ടുകൾ സ്പഷ്ടമായിട്ടും വ്യക്തമായും BJPക്ക് പോകാനിരിക്കുന്ന വോട്ടുകൾ തന്നെയാണ്. കാരണം ഇവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇത്തരത്തിൽ UDF-നെയും LDF-നെയും രക്ഷിക്കാൻ വരുമെന്ന് പറയുന്നവരുടെ ആത്യന്തികമായ ലക്ഷ്യം കോൺഗ്രസിൻ്റെയോ CPM-ന്റെയോ സമ്പൂർണ്ണ തകർച്ചയാണ്. അവർ ഇനി കോൺഗ്രസിന്റെ വേഷം കെട്ടി കോൺഗ്രസിനുള്ളിൽ നിന്നാൽ തന്നെയും ഇലക്ഷൻ വരുമ്പോൾ ഒരിക്കലും കോൺഗ്രസിനോ അല്ലെങ്കിൽ LDF-ൽ നിൽക്കുന്ന BJP അനുഭാവികൾ ഒരിക്കൽ LDF-നോ വോട്ട് ചെയ്യില്ലെന്ന കാര്യം ഉറപ്പാണ്. അവർ വോട്ട് ചെയ്യുക BJPക്ക് തന്നെയായിരിക്കും. എന്നാൽ തികഞ്ഞ മതേതരത്വ ബോധമുള്ള, വർഗീയത തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, കോൺഗ്രസ് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന, LDF നിലനിൽക്കണം അല്ലെങ്കിൽ CPM നിലനിൽക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാ വർഗീയ വിരുദ്ധരായ ആളുകൾക്കും
ഇത്തരത്തിലുള്ളൊരു ആക്ഷേപം ഉണ്ടാൻ വഴിയില്ല. ഇവിടെയാണ് MK പ്രേമചന്ദ്രൻ MP അഭിപ്രായം വളരെ പ്രസക്തമാകുന്നത്. അദ്ദേഹം ചോദിക്കുന്നത്, ഈ രാജ്യത്തെ വിഴുങ്ങാൻ അല്ലെങ്കിൽ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ BJP ഫാസിസ്റ്റ് ഭരണകൂടം വരികയും ആ ഒരു രീതിയിൽ രാജ്യം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഈ ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങളും യുവാക്കളും പ്രസ്ഥാനങ്ങളും വിവിധ സംഘടനകളും ഒന്നടങ്കം BJPക്കെതിരെ രംഗത്ത് വരികയും അതിന് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ രംഗത്ത് വരികയും ചെയ്യുന്ന വിവിധ പ്രസ്ഥാനങ്ങൾ, അതിൽ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ ബയോഗ്രഫി അല്ലെങ്കിൽ അവരുടെ നക്ഷത്രഫലം ചികഞ്ഞു പോകേണ്ട കാര്യം എന്താണ് അതിൽ പ്രസക്തി എന്നാണ് MK പ്രേമചന്ദ്രൻ MP ചോദിച്ചിരിക്കുന്നത്. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം SDPയുടെ പിന്തുണ തങ്ങൾക്ക് വേണം എന്ന രീതിയിൽ ഉത്തരേന്ത്യയിൽ കോൺഗ്രസിനെതിരെ BJP കുപ്രചരണം നടത്തുന്നതിന് തടയിടുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പരസ്യമായി വേണ്ടണം എന്ന രീതിയിൽ UDF രംഗത്ത് വന്നിരിക്കുന്നതെന്ന് എല്ലാവർക്കും ബോധ്യമായ കാര്യമാണ്. ഇത്തരത്തിൽ രംഗത്ത് വന്നപ്പോൾ പോലും VD സതീശൻ്റെ വായിൽ നിന്ന് വരുന്ന പ്രതികരണം ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെയാണെന്നാണ് സ്ഥിരമായി പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ പലപ്പോഴും LDFിൻ്റെ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഒരേപോലെയാണ്, അതുകൊണ്ട് ഞങ്ങൾ രണ്ടിനെയും എതിർക്കുന്നു എന്നുള്ളത്. എങ്ങനെയാണ് ഇവിടെ ഭൂരിപക്ഷ വർഗീയത എന്ന് BJPയെ കേവലം ഭൂരിപക്ഷ വർഗീയത എന്ന് മാത്രം BJPയെ നമുക്ക് ഉപമിക്കാനാവുന്നത്? അത്തരത്തിലാണോ കഴിഞ്ഞ വർഷങ്ങളിലെ BJP വർഗീയത എടുക്കുന്നത് അവർ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളത് ഏവർക്കും നന്നായി ചിന്തിക്കുന്ന ഏവർക്കും ബോധ്യമായ കാര്യമാണ്. ഇത്തരത്തിൽ വർഗീയതയെ അവർ അവരുടെ തെരഞ്ഞെടുപ്പിനുള്ള അജണ്ടയാക്കുകയും രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനതയ്ക്ക് വേണ്ടിയുള്ള ഒരു പാർട്ടിയല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ്. കാരണം ഈ രാജ്യത്ത് BJPയുടെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്നത് ഹൈന്ദവ ജനവിഭാഗം തന്നെയാണ്, പിന്നോക്ക ഹൈന്ദവ ജനവിഭാഗം തന്നെയാണ്. ഇനിയും ഭരണത്തിലേറിയാൽ ഈ രാജ്യത്ത് മുസ്ലിങ്ങളെക്കാളോ ക്രൈസ്തവരെക്കാളോ കൂടുതൽ ഈ അടിമവൽക്കരിക്കാൻ പോകുന്നതും പീഡനത്തിനിരയാകാൻ പോകുന്നതും ഭൂരിപക്ഷം വരുന്ന ദലിത് പിന്നോക്ക ജനവിഭാഗങ്ങളാണെന്നിരിക്കെ എങ്ങനെയാണ് ഇത് ഭൂരിപക്ഷ വർഗീയതയായി മാറുന്നത്? BJPയെ നേരിടുന്നത് ഭൂരിപക്ഷ വർഗീയതയെ നേരിടുന്നതാവുന്നത് എങ്ങനെയാണ്? അതേപോലെ ഭൂരിപക്ഷ വർഗീയതയെ നേരിടുന്ന എന്ന പേരിൽ BJPയെ നേരിടുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരായതുകൊണ്ട് അതെങ്ങനെയാണ് ന്യൂനപക്ഷ വർഗീയതയായി മാറുന്നത്? ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്ന വർഗീയതയുടെ നിർവചനം എന്നാണ് നമുക്കറിയേണ്ടത്. ഇത്തരം നിർവചനം നടത്തുന്നവരുടെ എല്ലാം ഉള്ളിൽ നാം മനസ്സിലാക്കേണ്ടത് BJPയെ ഒരു തരത്തിൽ താലോലിക്കുന്ന അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന സവർണ വർഗീയ അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന സവർണ വംശീയമായ ഏകാധിപത്യ ഭരണകൂടത്തെയും അവർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെയും ഒരു തരത്തിൽ ഇത്തരക്കാരുടെ ഉള്ളിൽ താലോലിക്കുന്നു എന്ന് വേണം. എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അവരുടെ അവകാശങ്ങൾ ചോദിക്കുമ്പോൾ, അവർക്കൊരു പ്രതിസന്ധി വരുമ്പോൾ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ ഉടൻ തന്നെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെയാണ്, ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എന്ന് പ്രഖ്യാപിക്കുക വഴി ഇവർ സത്യത്തിൽ BJP രാഷ്ട്രീയത്തെ പുൽകുന്നവരാണ്. BJP മുന്നോട്ട് വെക്കുന്ന സവർണ രാഷ്ട്രീയത്തെ ഇവർ അംഗീകരിക്കുന്നവരാണ്. അത് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എന്നാണ് നാം ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്.